പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങി രണ്ടുപേരെ കൊലപ്പെടുത്തിയ പ്രതി ചെന്താമര ഒടുവിൽ പിടിയിൽ. 36 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിൽ പോത്തുണ്ടിമലയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് അറിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാരും പോലീസും ചെറിയ രീതിയിൽ സംഘർഷമുണ്ടായി. ചെന്താമരയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരും. ആന്റണി, പ്രതിയുടെ വൈരാഗ്യവും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു പ്രതികാരമാണ് ഇത്തരത്തിൽ പ്രതിയെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എങ്കിൽ പ്രതിക്കുണ്ടായ വിശപ്പാണ് ഇത്തരത്തിൽ പ്രതിയെ കുടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നമുക്കറിയാം, ഇന്നലെ മിനിഞ്ഞാന്ന് 10 മണിയോട് കൂടിയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ അതിനുശേഷം ഈ പ്രതിയെ പിന്നീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു രാത്രിയും 2 പകലും 2 രാത്രിയും 2 പകലും ഒക്കെ നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ പ്രതിയെ പോലീസിന് ഇന്നലെ പിടികൂടാൻ കഴിഞ്ഞത്. 11 മണിയോടുകൂടി ഇവരുടെ ഈ പ്രതിയുടെയൊക്കെ വീടിന് സമീപത്തുള്ള പോത്തുണ്ടി മലയിൽ നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഏതാണ്ട് ഇന്നലെ 8 മണിയോടുകൂടിയൊക്കെ ഈ പ്രതിയെ കണ്ടതായുള്ളൊരു വിവരം നാട്ടുകാർ നൽകി. അതിനുശേഷം അവിടെ വ്യാപകമായ ഒരു തെരച്ചിൽ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങിയത്. അതായത് ഇയാൾക്ക് ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസം തൊട്ട് തന്നെ നാട്ടുകാർ പറഞ്ഞിരുന്നു. 2019 സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും ഈ പ്രതി പിടിയിലാകുന്നത് അങ്ങനെയാണ്. ഈ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വന്നപ്പോൾ ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങിയപ്പോഴാണ് പോലീസ് അന്ന് പിടികൂടിയത്. സമാനമായി തന്നെയുള്ള പ്രതീക്ഷയിലാണ് ഈ പോലീസും നാട്ടുകാരുമൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വിശപ്പ് സഹിക്കവയ്യാതെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നലെ പോലീസിന്റെ പിടിയിൽ അകപ്പെടുകയാണ് ചെയ്തത്. ഏതായാലും 36 മണിക്കൂറോളമാണ് ഈ തെരച്ചിൽ നടത്തിയത്. ഇന്നലെ കുളത്തിലും കരയിലും അതുപോലെ തന്നെ ജില്ലയ്ക്ക് പുറത്തും അകത്തുമൊക്കെയായി വ്യാപക തെരച്ചിലാണ് നടത്തിയിരുന്നത്. ഇയാൾ തിരുവമ്പാടിക്ക് പോയി, അല്ലെങ്കിൽ പാലക്കാട് നഗരത്തിൽ കണ്ടു, അങ്ങനെ പലയിടങ്ങളിൽ ഇയാളെ കണ്ടു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഇയാൾ ഒളിച്ചിരുന്നത് ഈ മലമുകളിൽ തന്നെയാണ്. അയാൾ പോലീസിന് നൽകിയ മൊഴി പ്രകാരം ഈ മലമുകളിൽ ഇരുന്ന കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുകയായിരുന്നു. പോലീസിന്റെ നീക്കങ്ങളടക്കം താൻ കാണുന്നുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ ചെന്താമര നൽകിയിരിക്കുന്നത്. ഏതായാലും അയാളെ ഇന്നലെ തന്നെ ആദ്യം നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുവന്നത്. അവിടെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ പ്രതിയെ പുറത്തിറക്കണം എന്നൊരു ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചു. അവർ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. തുടർന്ന് പോലീസ് ലാത്തി പ്രയോഗിച്ചു. ഇതിനിടെ ഈ പ്രതിഷേധക്കാർക്കെതിരെ, നാട്ടുകാർക്കെതിരെ പെപ്പർ സ്പ്രേ പ്രയോഗിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഈ പ്രതിയെ ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ആലത്തൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷമായിരിക്കും ഈ കസ്റ്റഡിയിൽ വാങ്ങുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഏതായാലും പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ വിശദമായി തന്നെ തുടരുകയാണ്. അവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ. ഇന്നിപ്പോൾ SP അജിത് കുമാർ, പാലക്കാട് SP ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊന്നുള്ളത് ഈ പ്രതിയുടെ പ്രധാനപ്പെട്ട മൊഴിയാണ്. മൊഴി പ്രധാനപ്പെട്ടതാണ്. കാരണം 5 പേരെയാണ് കൊല്ലാൻ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതിൽ ഒരാൾ സ്വന്തം ഭാര്യയാണ്, അതുപോലെ തന്നെ അയൽക്കാരിയായ പുഷ്പ, മറ്റൊന്നുള്ളത് ഒരു പോലീസുകാരനാണ്. ഇവരെ 3 പേരെയും കൊല്ലാൻ താൻ പദ്ധതി ഇട്ടിരുന്നു എന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എത്ര നാൾ കാത്തിരുന്നാലും ഇവരെയും വകവരുത്തുമെന്നാണ് ഇപ്പോൾ പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ആന്റണി, ഈ ഒരു പ്രതിയെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനരോഷം നമുക്ക് ഇവിടെ കാണാനായിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്തു നിന്നും പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തുകയാണ്. ഒരു നാടും ഒന്നാകെ ഈ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഇരച്ചെത്തുന്നു. പ്രതിയെ തങ്ങൾക്ക് വിട്ടുതരൂ, തങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്നുള്ളതടക്കമാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ഇതിൽ ഈ ഒടുവിൽ സഹികെട്ടായിരിക്കണം ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്തു നിന്നും ലാത്തി വീശുന്നു, പെപ്പർ സ്പ്രേ അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നു. സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. കാരണം ആ നാട്ടുകാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി നൽകിയ പരാതിയാണ്. അതിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. 29-ാം തീയതിയൊക്കെ, ഡിസംബർ 29-നൊക്കെ ഇതിനെ സംബന്ധിച്ചുള്ള പരാതി നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നൽകിയതാണ്. ഇങ്ങനെ പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, ഇയാൾ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച് നാട്ടിൽ കഴിയുന്നു, പലരെയും വധിക്കുമെന്ന് ഭീഷണി മുഴക്കുന്നു. ഇതടക്കം ഈ കൊല്ലപ്പെട്ട സുധാകരൻ, അദ്ദേഹം നേരിട്ട് തന്നെ മകളെയും കൂട്ടി ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതാണ്. മാത്രമല്ല
അയൽക്കാരിയായി പുഷ്പ അടക്കം നാട്ടുകാരും പരാതി നൽകിയതാണ്. പക്ഷേ അന്നൊന്നും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായി ഇന്നലെയൊക്കെ ആരോപിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ എസ് പിയുടെ റിപ്പോർട്ട് അത് എസ് പിയുടെ റിപ്പോർട്ട് ഇന്നലെ DIGക്ക് കൈമാറിയിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ നെന്മാറ SHOയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഈ ജാമ്യ വ്യവസ്ഥ ലംഘിച്ച പ്രതി 1 മാസം നെന്മാറയിലെ സ്വന്തം വീട്ടിൽ താമസിച്ചിട്ടും അത് കോടതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഈ SHOയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളത് ഇന്നലെ പാലക്കാട് SP പറഞ്ഞതാണ്. ഏതായാലും അത്തരത്തിൽ വലിയ വീഴ്ചകൾ അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. മാത്രമല്ല ഇന്നലെയൊക്കെ ഈ പ്രതിയെ പിടികൂടുന്നത് വരെ നാട്ടുകാരും ഈ പോലീസിനൊപ്പം ഉണ്ടായിരുന്നു. അവർ കൂടി തെരച്ചിൽ നടത്തിയാണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഏതാണ്ട് പോലീസുകാർക്കൊപ്പം തന്നെ അത്രയും തന്നെ നാട്ടുകാരും ഉണ്ടായിരുന്നു. അവർ വലിയ ഭീതിയിലായിരുന്നു. ഉറക്കമളച്ച പ്രതിയെ പിടികൂടുക എന്നുള്ളത് മാത്രമായിരുന്നു നാട്ടുകാരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ അവർ ആ തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയായിരുന്നു. അങ്ങനെ ആണ് ഈ പ്രതിയെ പിടികൂടുന്നത്. ഏതായാലും നാട്ടുകാരുടെ ആവശ്യം ഈ പ്രതിയെ പുറത്തിറക്കി കാണിക്കണം എന്നുള്ളതായിരുന്നു. അവർക്ക് ആ ആവശ്യം ഉന്നയിച്ചാണ് അവർ ഈ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ പ്രതിഷേധം അതിരുകടക്കുന്ന ഒരു ഘട്ടവും കൂടി എത്തി. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം തകർക്കുന്ന ഒരു സ്ഥിതി വന്നു. അപ്പോൾ പോലീസ് ലാത്തി വീശി. അപ്പോഴും ഈ പെപ്പർ സ്പ്രേ പ്രയോഗം എന്തിന് എന്നുള്ളതാണ് പ്രധാനമായും വരുന്നൊരു ചോദ്യം. വലിയ പ്രതിഷേധം അതിനെതിരെ ഉയരുന്നുണ്ട്. ഈ കുരുമുളക് ഉപയോഗിച്ചുള്ള സ്പ്രേ അത് ഈ പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ വിവാദങ്ങൾക്കൊക്കെ ഇപ്പോൾ കാരണമാകുന്നുണ്ട്. ഏതായാലും ആ പ്രതിഷേധം വലിയ രീതിയിൽ അവിടെ ഉണ്ടായി. അതിനെ തുടർന്ന് ഈ പ്രതിയെ ഇപ്പോൾ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ആന്റണി, അതോടൊപ്പം തന്നെ 36 മണിക്കൂറോളം നീണ്ട തെരച്ചിലിനൊടുവിലാണ് പ്രതിയെ ഈ പോത്തുണ്ടി മലയിൽ നിന്നും പിടികൂടുന്നത്. ഇയാൾക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ കാടിറങ്ങിയതാണ് ഈ പ്രതിയെ പിടികൂടാനുള്ള ഒരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത്. ഇയാൾക്ക് സ്റ്റേഷനിലെത്തി ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ പോലീസിനെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ അപ്പോഴും പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. താൻ വിഷം കഴിച്ചിട്ടുണ്ട്, താൻ മരിക്കാൻ വേണ്ടി ആനയുടെ മുമ്പിൽ അടക്കം നിന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വിഷം കഴിച്ചു എന്നുള്ള നടപടികൾ അടക്കം പോലീസിനെ പ്രതിരോധത്തിലാക്കിയില്ലേ? തീർച്ചയായും 10 മണിക്ക്, അതായത് മിനിഞ്ഞാന്ന് 10 മണിക്കാണ് ഈ കൊലപാതകം നടക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി കൊലപാതകം നടന്ന ശേഷം പ്രതി എവിടെ പോയി എന്നുള്ള ചോദ്യം ബാക്കിയായിരുന്നു. ഇന്നലെ രാത്രി വരെ ആ ചോദ്യം അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇയാൾ എവിടേക്കാണ് പോയത്? ഇയാൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ പോലീസ് പരിശോധന നടത്തി. ഇനി പിന്നീടുള്ളൊരു സംശയം ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകുമോ എന്നുള്ളതായിരുന്നു. കാരണം വീട്ടിൽ നിന്നൊരു ഒഴിഞ്ഞ വിഷക്കുപ്പി കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കുളങ്ങളും ജലാശയങ്ങളും അടക്കം പോലീസ് അരിച്ചു പെറുക്കി. പക്ഷേ ഒരു വിവരവും ലഭിച്ചില്ല. അങ്ങനെ ഇയാൾ പക്ഷേ പോലീസിനടക്കം ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ, നാട്ടുകാരടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യം, അയാൾക്ക് വിശപ്പ് സഹിക്കാൻ കഴിയില്ല, ആ വിശപ്പ് സഹിക്കുക വയ്യാതെ അയാൾ പുറത്തേക്ക് ഇറങ്ങി വരും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ പോലീസുകാരും പ്രതീക്ഷിച്ചിരുന്നത്. അതിനുള്ള കെണികൾ ഒരുക്കിയിരുന്നു. ഈ പ്രത്യേകിച്ച് ബന്ധുക്കളുടെ വീടിനടുത്തൊക്കെ പോലീസിന്റെ ഒരു സന്നാഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇയാൾ ഈ 2 ദിവസം ഇരുന്നപ്പോൾ അയാൾക്ക് വിശന്നു. അങ്ങനെ അയാൾ പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പോലീസ് അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ വിശന്നപ്പോൾ ഇയാൾ ഈ പോത്തുണ്ടി മലയിലെ ഒളിവ് സങ്കേതത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അയാൾ അങ്ങനെ പിടിയിലായി എന്നുള്ളതാണ്. എന്തായാലും ആ വിശപ്പാണ് അയാളെ ചതിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അയാളുടെ ഈ ഇന്നലെയൊക്കെ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണാം, ഒരു കൂസലുമില്ലാതെയാണ് പ്രതി നിൽക്കുന്നത് എന്നുള്ളതാണ്. 2 പേരെ കൊലപ്പെടുത്തിയത് എന്തിനെന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്, അയാളുടെ മൊഴി ഇങ്ങനെയാണ്. അതായത് സുധാകരൻ ഇങ്ങനെ സ്കൂട്ടറിൽ പോകുന്നു, അപ്പോൾ തന്നെ ഇടിക്കാൻ വന്നു. താൻ വടിവാള് കെട്ടിയ വടിവാളിൽ കെട്ടി ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ തന്നെ ഇടിക്കാൻ വന്നു. അപ്പോൾ തൻ്റെ വടിവാൾ അറിയാതെ ഈ സുധാകരന്റെ കഴുത്തിൽ വീണു. അപ്പോൾ സുധാകരൻ തന്നെ ആക്രമിക്കാൻ വന്നു. അങ്ങനെ ആക്രമിച്ചപ്പോൾ താൻ വടിവാളെടുത്ത് പ്രതിരോധിക്കാൻ വെട്ടി എന്നുള്ളതാണ് പ്രതി പറഞ്ഞത് എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി. അങ്ങനെ ഒരു കൂസലില്ലാത്ത മൊഴിയാണ് പ്രതി നൽകുന്നത്. മാത്രമല്ല താൻ 3 പേരെ കൂടി കൊല്ലാൻ ലക്ഷ്യമിട്ടിരുന്നതുകൂടി ഈ പ്രതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആത്മഹത്യക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് പ്രതി പറഞ്ഞത് ഇങ്ങനെയാണ്: താനിങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു, വിഷം കഴിച്ചിരുന്നു, മാത്രമല്ല ആനയുടെ മുമ്പിൽ പോയി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് പ്രതി പറഞ്ഞത്. പക്ഷേ ഈ വിഷം കഴിച്ചു എന്നത് പോലീസ് ഇപ്പോൾ അധികം വിശ്വസിക്കുന്നില്ല. കാരണം നിലവിൽ അയാളുടെ ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു. അയാൾക്ക് ഈ വിഷം കഴിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ഇതുവരെ അയാൾ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആദ്യം വൈദ്യപരിശോധനയ്ക്ക് അയാളെ ഹാജരാക്കിയിരുന്നു. ഇനിയും വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് അയാളെ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും
ഈ വിഷം കഴിച്ചു എന്നതിനുള്ള നിലവിൽ അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. പക്ഷെ പ്രതി പറയുന്നത് താൻ കഴിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ മരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രതി പറയുന്നത്. ഏതായാലും നിലവിൽ അയാൾക്ക് ആരോഗ്യനിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അയാൾ അവിടെ ഭക്ഷണമൊക്കെ പോലീസ് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യങ്ങളൊക്കെ നമുക്കത് കാണാനും കഴിയും. ഏതായാലും പ്രതിയെ ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കും. ആലത്തൂർ കോടതിയിൽ ഹാജരാക്കി തുടർ നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ പോലീസിന്റെ തീരുമാനം. ഏതായാലും ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇയാൾ പറഞ്ഞിരിക്കുന്നത് ഇനിയും 3 പേരെ കൊലപ്പെടുത്തണമെന്നുള്ളത് തന്റെ ആവശ്യമാണ്. ഭാര്യയെ കൊലപ്പെടുത്തും, അതുപോലെ തന്നെ അയൽവാസിയായ പുഷ്പയെ അടക്കമുള്ളവരെ, അതുപോലെ തന്നെ ഒരു പോലീസുകാരനെയും കൊലപ്പെടുത്തണമെന്നുള്ളതാണ് തന്റെ ലക്ഷ്യം എന്നുള്ളതാണ് ഇപ്പോൾ ഇയാൾ പറയുന്നത്. ആന്റണി, അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? തീർച്ചയായും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇന്നലെ പ്രതിഷേധത്തെ തുടർന്ന് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇയാളെ ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിരുന്നു, ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാറ്റിയിരുന്നു. അവിടെ ഡിവൈഎസ്പിയുടെ അടക്കം നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികളും ഇപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. വിശദമായി തന്നെ ഈ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ഘട്ടം മുതൽ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും വലിയ സുരക്ഷ അവിടെ നിലവിൽ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അടക്കം പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് മുന്നിൽ കാണുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. പാലക്കാട് നെന്മാറയിൽ ജാമ്യത്തിലിറങ്ങി 2 പേരെ കൊലപ്പെടുത്തിയ പ്രതി ചെന്താമര ഒടുവിൽ പിടിയിലായിരിക്കുന്നു. 36 മണിക്കൂറോളം നീണ്ട തെരച്ചിലിന് ഒടുവിലാണ് പോത്തുണ്ടി മലയിൽ നിന്ന് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ പിടികൂടിയതറിഞ്ഞ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ചെന്താമര ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വാർത്തയുടെ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു ആന്റണി ജോർജ്.